എല്ലാവർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ 5 മണിക്ക് ഉണർന്നു കഴിഞ്ഞ് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്ന് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കൽ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കുള്ളത് ആദ്യം തട്ടിലേക്കൊക്കെ ഒഴിച്ച് ഇതുപോലെ വെക്കും. ആവി വന്നതിന് ശേഷമാണ് ഞാൻ അടച്ച് വെക്കാറ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വേഗം കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അതുപോലെ ചെയ്തപ്പോൾ സക്സസ് ആയ മാതിരിയാണ്. പിന്നെ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ചുക്കുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇടിച്ചക്കയാണിത്. ഇടിച്ചക്ക കൊണ്ടുള്ള ഉപ്പേരി ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ കൂട്ടാൻ നമ്മൾ കുമ്പളങ്ങയും ചേമ്പും കൂടിയുള്ള കൂട്ടാനാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ തലേന്ന് തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കും. അപ്പോൾ നമുക്ക് പണികളൊക്കെ ഈസി ആയിട്ട് തന്നെ രാവിലെ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലേക്ക് തക്കാളിയൊക്കെ മുറിച്ചിടണം. ഇപ്പോൾ കുമ്പളങ്ങ നമുക്ക് പല രീതിയിലും വയ്ക്കാം. പരിപ്പിട്ടിട്ടൊക്കെ വയ്ക്കാം. പിന്നെ പരിപ്പിട്ടിട്ട് തക്കാളിയും കുമ്പളങ്ങയും കൂടിയും പിന്നെ പുളിയൊന്നും ഒഴിക്കാതെ അങ്ങനെ വയ്ക്കാം. ഇതിപ്പോൾ പുളി ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പൊക്കെ ചേർത്തു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കണം. അപ്പോൾ നമ്മളെ എരിവിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചേർക്കുക. അപ്പോൾ ഓരോ വീഡിയോ ഒന്നും കണ്ടിട്ട് അതുപോലെ ഒന്നും ചെയ്യരുത്. നമുക്ക് നമ്മളെ വീട്ടിൽ എരിവ് എത്ര വേണം, ഉപ്പ് എത്ര വേണം എന്നൊക്കെ ഉള്ള അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ കറികൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് മാത്രം അതിൽ നോക്കുക. ഓരോ വീട്ടിലും ഓരോ രീതിയിലാണല്ലോ കറികളൊക്കെ വെക്കുക. അപ്പോൾ നമ്മളെ രീതിയിൽ നമ്മൾ വെക്കുക. അപ്പോൾ കുക്കറൊക്കെ വെച്ച് റെഡിയാക്കി നമ്മൾ ഇതിലേക്ക് വെച്ച് ഓണാക്കി. പിന്നെ നമുക്ക് അടുത്തത് ചക്കയുടെ പരിപാടിയാണ്. അപ്പോൾ ഈ ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് തലേന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓരോ പണികൾ വേഗം തീർത്ത് രാവിലെ ഫ്രീ ആവാം. മറ്റേത് രാവിലെ ഇരുന്ന് ചക്കയൊക്കെ ക്ലീൻ ചെയ്യാനിരുന്നാൽ ഒരുപാട് സമയം അതിനൊക്കെ പോവും. അപ്പോൾ ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് കെട്ടി വെക്കലാണ്. അപ്പോൾ അത് ആവശ്യം കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കവർ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അത് കളഞ്ഞാൽ മതി. പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ വിളഞ്ഞൊക്കെ അതിലായിട്ട് പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ കെട്ടിയിട്ട് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ 2 ദിവസമൊക്കെ ആയി ഈ ചക്ക കെട്ടിയിട്ട്, എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഏകാദശിക്ക് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതൊന്നൊരു കഷ്ണം എടുത്ത് പിന്നെ ഉണ്ടാക്കി. അതിന് ശേഷം ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നിറയെ വിളഞ്ഞി ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് ചുരുട്ടിയാണ്ട് കളഞ്ഞാൽ മതി. അപ്പോൾ അതൊരു ടിപ്പാണ്. നമുക്ക് നമ്മളെ പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കണം. മുളക് പൊടി ചേർക്കില്ല. അപ്പോൾ ആവശ്യത്തിന് വേവുള്ള മാത്രം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആ വെള്ളം ഊറ്റി കളയും ചെയ്യരുത്. അതൊന്ന് വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ അധികം കല്ലുപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള അതിനൊക്കെ കല്ലുപ്പ് ഉപയോഗിക്കും. പിന്നെ പൊടികൾക്കൊക്കെ കുഴയ്ക്കാനൊക്കെ പൊടിപ്പ് ഉപയോഗിക്കും. കല്ലുപ്പ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കല്ലുപ്പ് കഴിയുന്നത് യൂസ് ചെയ്യുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് ഉപ്പൊക്കെ അവിടെ അങ്ങനെ നിൽക്കും. ഈ കല്ലുപ്പിൻ്റെ പ്രശ്നം അതാണ്. ഉപ്പ് ഇങ്ങനെ അവിടെ അങ്ങനെ പിടിച്ച് നിൽക്കും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഇഡ്ഡലി ഇവിടെ വെന്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ തട്ടിൽ നിന്നൊക്കെ നമുക്കിത് എടുത്തിടണം. പിന്നെ ഈ ചെറിയ 2-3 തട്ടേ ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് തന്നെ ഉണ്ടാക്കണം. വലിയ കുക്കറാകുമ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കിത് പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ ഇതുപോലത്തെ സ്പൂണ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് അതിനായിട്ടുള്ളൊരു സ്പൂണാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പിന്നെ ഇതിലൊക്കെ പോകുമ്പോൾ പാത്രക്കടയിലൊക്കെ പോകുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി ഇങ്ങനത്തെ ഒരു സ്പൂണ്. അപ്പോൾ അവരെടുത്ത് തരും. അപ്പോൾ ഈ ഇഡ്ഡലിയൊക്കെ അങ്ങനെ ഇതുപോലെ എടുക്കാനൊക്കെ നല്ല സൗകര്യമാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിലേറെ കഷ്ടമായിരുന്നു. എനിക്കിത് തീരെ കിട്ടുകയില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ഞാൻ ഓരോ ടിപ്പൊക്കെ ഇതിലിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടതിന് ശേഷം ഇഡ്ഡലി ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്നുണ്ട്. കുറഞ്ഞ രീതിയിലൊക്കെ പിടിക്കുന്നുണ്ട് എങ്കിലും വലിയ കുഴപ്പമില്ലാതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പിന്നെ ഇതുണ്ടാക്കാം. 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കണം ഞങ്ങൾക്ക്, എന്നാലേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 5 പേരുണ്ടല്ലോ. അപ്പോൾ
2 പ്രാവശ്യമായിട്ട് തന്നെ ഉണ്ടാക്കണം. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. രാവിലത്തെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്സ് ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല. അധികം ഇങ്ങനെ രാവിലത്തെ ഓരോന്നൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഒക്കെ നമുക്ക് ഭക്ഷണം എന്തായാലും ഇങ്ങനത്തെ സ്നാക്സുകളൊക്കെ കൊടുക്കേണ്ടി വരും. സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തായാലും ഭയങ്കര വിശപ്പാണ്. അപ്പോൾ നമ്മൾ ഈ എണ്ണക്കടികളൊക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ആവിയിൽ വേവിച്ച പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നതിനെയാണ് നല്ലത്. കുട്ടികൾക്ക് ഇഷ്ടം എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊക്കെ ആവും. എങ്കിലും നമ്മൾ കാര്യം ശ്രദ്ധിക്കുക കുറേയൊക്കെ. അപ്പോൾ അടുത്ത ബാച്ച് വെക്കൽ കഴിഞ്ഞു. പിന്നെ നാളികേരമൊക്കെ ചിരകാനുണ്ടായിരുന്നു. ഇപ്പോൾ നാളികേരം ചിരകി വെച്ചതൊക്കെ കഴിഞ്ഞു. അപ്പോൾ വേഗം അതൊക്കെ അതിനിരുന്നു. കുറച്ച് ഞാൻ അധികം നാളികേരമൊക്കെ ചിരകി വെക്കും ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട്. അപ്പോൾ നാളികേരമൊക്കെ ചിരകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യാം. നമ്മൾ എപ്പോഴും നാളികേരം ചിരകാനിരിക്കൊന്നും വേണ്ട. അതുപോലെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിച്ചാൽ മതി. എപ്പോഴും കൂട്ടാൻ കഷ്ണം നുറുക്കിയിട്ടും നാളികേരം ചെരുകിയിട്ടൊന്നും നമ്മളെ സമയം വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിലും നമ്മളെ സമയത്തിനും ഒരു വില കൽപ്പിക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ആ സമയം ഉപയോഗിക്കാം. വെറുതെ അടുക്കളയിൽ കിടന്ന് നമ്മൾ സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ നടക്കണം എന്നല്ലേ ഉള്ളൂ കുടുംബത്തിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സമയം ക്രമീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ചട്നിയൊക്കെ ഇവിടെ റെഡിയായി ദോശയ്ക്കുള്ള. അപ്പോൾ ഞാൻ ചെറിയ 2 ചുവന്ന മുളകും കൂടി കൂട്ടിയിട്ടാണ് അരയ്ക്കുക. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. പച്ചമുളകിൻ്റെ കൂടെ 2 ചുവന്ന മുളകും കൂടിയും കൂട്ടിയിട്ട് അരച്ചാൽ നല്ലൊരു ചുവപ്പുമല്ല ഒരു വെള്ളയല്ലാത്ത നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അരയ്ക്കാറ്. അപ്പോൾ ഇനി ഒരു ചായയൊക്കെ കുടിക്കട്ടെ. നമ്മൾ ഇത്രയൊക്കെ ജോലി ചെയ്തില്ലേ, അപ്പോൾ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് ഇരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുക്കളയുടെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യണം. അപ്പോൾ കറിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നാളികേരം ഒഴിച്ചു. അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ വിശദീകരിച്ച് പറയണമെന്നില്ല. എല്ലാവർക്കും അറിയണ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ മലയാളികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുന്ന കറികളൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് വിശദീകരിക്കാനൊന്നും ഇല്ലല്ലോ. നാടൻ കറികളല്ലേ, നമ്മളമ്മമാരൊക്കെ എന്നും ഉണ്ടാക്കുന്ന കറികളൊക്കെ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ചക്ക ഇതുപോലെ വേവിച്ചു, കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇത് ഈ ചട്ടുകം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായി ഒന്ന് കുത്തി ഉടച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് കുത്തി ഉടച്ചെടുത്തിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ. ഇനി ഇതൊരു ആണിപ്പേരി ആയിട്ട് ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇടിച്ചക്ക ഞങ്ങളൊക്കെ ഇവിടെ ആണിപ്പേരി എന്നാണ് പറയുക. ഈ പല സ്ഥലത്തും പല രീതിയിലാണ്. ഇപ്പോൾ ഇത് പൊടിയായിട്ടുള്ള ഇടിച്ചക്ക ഉപ്പേരിയാണ്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്നിങ്ങനെ കുത്തി ഉടച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപ്പേരിക്ക് എന്നിട്ട് വറവിലേക്കാണ്ട് ഇട്ടാൽ മതി. അപ്പോൾ നല്ല സൂപ്പർ ചക്കയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഉപ്പേരി. ആർക്കും ഇവിടുത്തെ മതിയായിട്ട് തന്നെ ഇല്ല. ഇപ്പോൾ ചക്ക ഈ സമയത്ത് ഇപ്പോൾ ചക്കയും വളരെ കുറവാണ്. ഇപ്പോൾ കിട്ടാതെ ആകുമ്പോൾ നമുക്ക് എന്തായാലും അതിനോടൊക്കെ ഒരു ഇഷ്ടം കൂടുതലാണല്ലോ അല്ലേ. നമ്മളെന്നും പയറും കൈപ്പങ്ങയും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കാറ്. ഇപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ എന്തായാലും അതൊരു പുതുമേനിയാണ് കിട്ടാത്ത സമയത്ത്. അപ്പോൾ ഉപ്പേരിയിലേക്കുള്ള വറവാണ് കേട്ടോ അത്. ചുവന്ന മുളക്, കറിവേപ്പിൻ്റെ ഇല, കടുകൊക്കെ വറവിടുക. ഇനി ഉഴുന്ന് വേണമെങ്കിൽ ഇടാം. ഉഴുന്നിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ മോന് വലിയൊരു ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇടാത്തത്. ഉഴുന്ന് കടിക്കുമ്പോൾ അവനെന്താണ് ആ ഒരു ഇഷ്ടമില്ല. അപ്പോൾ അത് ചേർക്കണില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നൊക്കെ ഇട്ടാൽ. കാബേജിൻ്റെ ഉപ്പേരിയിലൊക്കെ നല്ല ടേസ്റ്റാണ് ആ സ്മെല്ലൊക്കെ വരുമ്പോൾ. അപ്പം കുക്കറിൽ വേവിച്ചിട്ട് ഇങ്ങനെ ഉടച്ച് വെച്ച ഉപ്പേരി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നാളികേരമൊക്കെ ചേർത്താൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാനിതിൽ നാളികേരം കുറച്ച് ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായി ഈ വീഡിയോ എടുത്തിട്ട്. പച്ചമുളകൊക്കെ ചേർക്കണം പിന്നെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ അധികം ഉപ്പേരി ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാൻ.
അപ്പോൾ നമുക്ക് ആ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് നമുക്ക് ആ ഉപ്പേരിയിൽ നല്ലതുപോലെ ഉണ്ടാവുന്നത് ഇങ്ങനെ കാണാം. അപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ വെന്തതിന് ശേഷമാണ് ചിലപ്പോൾ പച്ചമുളകൊക്കെ ചേർക്കാറ്. അത് നമ്മളെ ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ. അപ്പോൾ ഓരോ രീതിയിലാണൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലേശം നാളികേരം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ഉപ്പേരിയാണ്. ഇനി ഇതിൽ വെറും വറവിലിട്ടാലും ഉപ്പേരി നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ചക്കയുടെ ഉപ്പേരി ഇവിടെ റെഡിയായി. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കാറ്? ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ആ രീതിയും കൂടി ഒന്ന് പറയണം. അപ്പോൾ ഞാൻ ഇന്ന് കാടമുട്ടയും കൂടി ഇങ്ങനെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചേർത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മുട്ട ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏട്ടനൊന്ന് ഓഫീസുണ്ട്, കുട്ടികൾക്കൊന്നുമില്ല. അപ്പോൾ അവരുടെ ബാഗും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് കരുതി. അപ്പോൾ ചോറൊക്കെ ആക്കി ഏട്ടനൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ഈ ഒരു പണിക്ക് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത സമയത്താണ് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അവരെ ബാഗ് കിട്ടണ്ടേ, അപ്പോഴല്ലേ ഇത് കഴുകിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് സോഡാപ്പൊടി ഉണ്ടല്ലോ അത് ചേർക്കുക, സോപ്പും പൊടി. എന്നിട്ട് ചൂട് വെള്ളത്തിൽ വേണം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ബാഗ് അതിലേക്ക് മുക്കി വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് വേണം അത് കഴുകിയിടാൻ. അപ്പോഴേക്കും അതിലെ ചളിയൊക്കെ പോയി നല്ല ബാഗ് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇത് ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ഇളം ചൂട് വെള്ളം എടുത്താൽ മതി, തിളച്ച വെള്ളത്തിലൊന്നും ഇടരുത്. എന്നിട്ട് ബേക്കിംഗ് സോഡ, സോപ്പും പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ബാഗ് അതിലേക്ക് മുക്കി വയ്ക്കുക. അപ്പോൾ നന്നായി ചളിയൊക്കെ ഇളകി വൃത്തിയായി കിട്ടും. പിന്നെ ബ്രഷ് ഉപയോഗിച്ചൊന്നും കഴുകേണ്ട കാര്യമൊന്നുമില്ല, ബാഗിലെ ബാഡ് സ്മെല്ലൊക്കെ പോവും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് സമയം അത് മുക്കി വെച്ചിട്ട് പിന്നെ വേറെയുള്ള ജോലികൾക്കൊക്കെ പോയി. കണ്ടില്ലേ, ചളിയൊക്കെ ഇപ്പോഴേ ഒഴുകി ഇങ്ങനെ വരികയാണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. അപ്പോൾ മോന് ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ബാഗാണ്. അപ്പോൾ അവനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോഴും ഒക്കെയാണല്ലോ അവരിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കൂളില്ലെങ്കിൽ ഇതൊക്കെയാണ് ഇവിടെ പരിപാടി, ഗെയിം കളി ഒക്കെയാണ്. പിന്നെ കുറച്ചൊക്കെ അവരെ സന്തോഷത്തിന് നമ്മൾ വിട്ടുകൊടുക്കണ്ടേ. എപ്പോഴും അവരെ പുസ്തകത്തിന് മുമ്പിൽ പിടിച്ചിരുത്താൻ വയ്യല്ലോ. അവർക്കും അവരുടേതായ കുറഞ്ഞ ഒരു ഫ്രീഡമൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പം പുതിയ വാഷിംഗ് മെഷീനിലേക്ക് ഇങ്ങനത്തെ ഒരു കവർ വാങ്ങിയിട്ടുണ്ട്. ഇത് ഓൺലൈനായിട്ട് വാങ്ങിയത് തന്നെയാണ്, നല്ല കവറാണ്. സിബ് സൂക്ഷിക്കണം, സിബ് പോരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. പക്ഷേ നല്ല കവറൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ച് പിന്നെ സിബ് തുറക്കണം, എങ്കിൽ പെട്ടെന്ന് പോരും. അപ്പോൾ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാനതൊക്കെ വാഷിംഗ് മെഷീനിൽ എടുത്തിട്ട് കൊണ്ട് തന്നെ നല്ല ക്ലീനായി ആ പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. നമ്മളെ ചെടികളൊക്കെ കണ്ടില്ലേ, മുളകൊക്കെ ചുവന്ന് തുടുത്ത് നിൽക്കണുണ്ട്. ഒക്കെ പറിക്കണം ഇനി ഇരുന്നിട്ട്. ചെറിയ മുളകാവുന്നതുകൊണ്ട് തന്നെ ഒക്കെ പറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ചെടികളൊക്കെ ഇപ്പോൾ വേനലാവുകൊണ്ട് ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. പിന്നെ വളമയൊക്കെ കുറവാണ്. ഇപ്പോൾ ഇങ്ങനെ ചെടി കൂട്ടി വെക്കുന്നതുകൊണ്ട് തന്നെ ചെടിക്ക് വളമയൊക്കെ കിട്ടൽ കുറവാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മളെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഉള്ള സ്ഥിതി ഇതൊക്കെയാണ്. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിരുന്നു, അത് ക്ലീൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പണികളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.